ഒന്ന് ചാല വരെ വന്നതാണ്. ഓരോ വീടുകളിലും സ്റ്റാർ കിടക്കുന്നത് കണ്ടിട്ട് മോൻ വീട്ടിൽ വന്ന് ഒരേ കരച്ചിൽ, അമ്മ സ്റ്റാർ വാങ്ങിത്താ, ക്രിസ്മസ് ട്രീ വാങ്ങിത്താ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് നേരെ ചാലയിലോട്ട് വന്നു. നമ്മുടെയൊക്കെ കുഞ്ഞുനാളിലെ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് വർണ്ണ പേപ്പറിൽ സ്റ്റാറൊക്കെ ഉണ്ടാക്കിയിടുമായിരുന്നു. അന്നൊക്കെ സ്റ്റാറൊന്നും വാങ്ങിത്തരാൻ ആരും ഇല്ലായിരുന്നു കേട്ടോ. അച്ഛനമ്മമാർക്ക് വന്ന് ഇതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലായിരുന്നു. സാൻഡയൊക്കെ ഉണ്ട്, ട്രീ ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ, അടിപൊളി വെറൈറ്റി സാൻഡയാണ്. കൊള്ളാം. മോൻ സാൻഡ എടുത്തുനിന്ന് കുറച്ച് നേരം നിൽക്കട്ടെ, അവനൊരു ഭയങ്കര സന്തോഷമാകട്ടെ. ഇത് വലിയൊരു സാൻഡയാണ്, നല്ല പൈസയും വാങ്ങിക്കുന്നത്. എന്നാലിപ്പോൾ കാലം മാറി, സ്റ്റാറുകളുടെ രൂപം മാറി, ട്രീയിൽ അലങ്കരിക്കാൻ ഓരോ വർഷം ഓരോ വെറൈറ്റികളാണ് വരുന്നത്. ഞങ്ങൾ അങ്ങനെ ആദ്യം ഒരു ഷോപ്പിൽ കയറി ഇവിടെ എന്തൊക്കെ വാങ്ങാൻ പറ്റുമെന്ന് നോക്കി. സത്യം പറയാലോ, കാല് വയ്ക്കാൻ ഇടമില്ലാത്ത രീതിയിൽ നല്ല തിരക്കുണ്ട്. സത്യത്തിൽ ഇതിനിടയിൽ നിന്ന് നോക്കിയെടുക്കാൻ ഒത്തിരി പാടാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഈ തിരക്കിനിടയിൽ ഇവിടെ നിന്നൊന്നും വാങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് മറ്റൊരു കടയിലോട്ട് പോകാമെന്ന് കരുതി. വാങ്ങിക്കാനൊക്കെ അങ്ങനെ ചാലയിൽ നമ്മൾ ഒരുപാട് കടകളുണ്ട്. ഏതെങ്കിലുമൊക്കെ തിരക്കി പോവാണ്. ഇനി അകത്തോട്ടൊക്കെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. അവിടെയൊക്കെ വില കുറവായിരിക്കും. പെട്ടെന്ന് ഈ റോഡ് സൈഡിൽ കാണുന്ന കടയിൽ എല്ലാവരും ചാടി കയറും. പക്ഷേ അതല്ല, നമുക്ക് അകത്തോട്ട് വേറെ കടകളുണ്ട്, ഇതിനേക്കാളും വില കുറച്ച് കിട്ടുന്ന കടകളുണ്ട്. അപ്പോൾ അവിടോട്ടൊന്ന് പോയി നോക്കാം. ഒന്ന് നടന്നിട്ട് നോക്കിയിട്ട് വാങ്ങിക്കുന്നതിന് വേറെ നഷ്ടമൊന്നും വരുന്നില്ല. ഈ ചാല മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വെജിറ്റബിൾ തൊട്ട് ഹോൾസെയിൽ സാധനങ്ങൾ തൊട്ട് സ്റ്റേഷനറി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് എന്തെല്ലാം വാങ്ങുന്നുണ്ടോ നമ്മൾ ആ ഐറ്റംസ് എല്ലാം ചാലയിൽ കിട്ടും. അതാണ് ചാലയുടെ ഒരു പ്രത്യേകത. ഒരുപാട് കടകളും കാണും. നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങാനായാലും ഒരുപാട് കടകൾ കാണും. വെജിറ്റബിൾസിൻ്റെ എല്ലാം വലിയ ഗോഡൗൺ ആണ് കേട്ടോ ഈ ചാലയെന്ന് പറയുന്നത്. എല്ലാ ലോഡുകളും ചാല മാർക്കറ്റിലോട്ടാണ് വരുന്നത്. അങ്ങനെ അതുപോലെ ബാഗ് കടകളൊക്കെ ആയാലും, അതുപോലെ സ്റ്റാർ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രീഷ്യൻസ് ആവശ്യമായ സാധനങ്ങളെല്ലാം ചാലയിൽ കിട്ടും. എല്ലാവരും വൈകുന്നേരമൊക്കെ ചാലയിൽ ഇറങ്ങുള്ളൂ, ചാല വൈബ് കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര തിരക്കാണ്, സൂക്ഷിച്ചൊക്കെ വേണം നടക്കാനായിട്ട്. ഇന്ന് വളരെ തിരക്ക് കുറവെന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും വലിയ നമ്മുടെ ചാലയെ അപേക്ഷിച്ച് ഇന്ന് തിരക്ക് കുറവാണ്. ഇലക്ഷനൊക്കെ ആയിട്ട് ആരും ഇറങ്ങിയില്ല, അതുകൊണ്ടായിരിക്കാം. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് സൈഡിൽ കൂടെ കയറിയാലും ഒരുപാട് വെറൈറ്റി കടകളാണ് കേട്ടോ. റോഡ് സൈഡിലുള്ളതിനേക്കാളും കടകൾ അകത്തുണ്ട്, ഒരുപാട് കളക്ഷൻസും ഉണ്ട്. നമ്മൾ പോകുന്ന സൈഡിലൊക്കെ കാണാൻ പറ്റും. കുടകളുടെ ആയാലും വലിയ കളക്ഷൻസാണുള്ളത്. അപ്പം അതുപോലെ തന്നെ സ്പ്രേ ഐറ്റംസിൻ്റെ ആയാലും ബ്ലൂ മാർക്ക്, അങ്ങനെ ഒരുപാട് ബ്രാൻഡഡ് ഐറ്റംസിൻ്റെയും അതുപോലെ തന്നെ സ്റ്റാറിൻ്റെ തന്നെ വെറൈറ്റി കളക്ഷൻസുള്ള, നമ്മൾ റോഡ് സൈഡിൽ കണ്ടതിനേക്കാളും ഇരട്ടി വലിപ്പത്തിൽ ഇവിടെ സാധനങ്ങളുണ്ട്. വേണ്ട നോക്കി, ഒരുപാട് വെറൈറ്റി. ഒരുപാട് വെറൈറ്റീസ് നോക്കാം. മോനെ ലേസർ ഉണ്ടോ? ലേസർ ലൈറ്റ് ഇല്ല അല്ലേ? ഇപ്പോൾ ലേസർ ഇവിടെ ഇല്ല. ഈ കാണുന്ന ബോൾസിനൊക്കെ 3 രൂപയാണ് വില വരുന്നത്. ഇവിടെ സ്റ്റാർട്ടിങ് 3 രൂപ മുതലുണ്ട് കേട്ടോ. ക്രാഫ്റ്റ് വർക്കിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഷോപ്പിൽ നിന്ന് മേടിക്കാം. കഴിഞ്ഞ വർഷവും ഞാൻ ഈ ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. പിന്നെ ഇത്തവണ എന്തായാലും മറ്റൊരു ഷോപ്പിൽ കൂടെ കയറി നോക്കിയിട്ട് ഇവിടെ വരാമെന്ന് കരുതി. എന്നാൽ ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസ് ഞാൻ വേറൊരു ഷോപ്പിലൊന്നും കണ്ടില്ല കേട്ടോ. നേരെ ഇവിടെ തന്നെ വീണ്ടും എത്തിപ്പെട്ടു. ഇവിടെ എല്ലാ ഐറ്റംസും അത്യാവശ്യം വില കുറവാണ് കേട്ടോ. 3 രൂപ, 5 രൂപ, 10 രൂപ എന്നിങ്ങനെയാണ് റേറ്റുകൾ വരുന്നത്. ഇത് കണ്ടോ, സ്നോമാനാണ്. ഇതിൻ്റെ വില വരുന്നത് 120 രൂപയേ ഉള്ളൂ. ഇതെന്തായാലും ഒരെണ്ണം വാങ്ങി കേട്ടോ. ഓരോ വർഷം വരുമ്പോഴും ഓരോ മോഡലിലും ഓരോ വെറൈറ്റികളും ഇവിടെ കാണാൻ കേട്ടോ. കഴിഞ്ഞ വർഷം ഇതൊന്നും ഇല്ലായിരുന്നു. ഇത്തവണ ഒരുപാട് പുതിയ ഐറ്റം വന്നിട്ടുണ്ട്. ബെൽസൊക്കെ 10 രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. വലിയ ബെല്ലിനൊക്കെ 40 രൂപ 50 രൂപ റേറ്റ് വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ പീസായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. പീസ് റേറ്റാണ്. ഈ ഒരു പീസിന് 30 രൂപയാണ് കേട്ടോ. ക്രിസ്മസിന് മാത്രമായിട്ടല്ല കേട്ടോ, അല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനുള്ള നല്ല സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് തന്നെ ഒരു പോട്ട് ഉണ്ടാക്കി വെക്കാനുള്ള എല്ലാ ഡെക്കറേഷൻ സാധനങ്ങളും ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും.
സ്റ്റാറും ഉണ്ട്. പക്ഷേ ചാലയുടെ ഉള്ളിലായതുകൊണ്ട് അധികം ആരും ഈ കട ശ്രദ്ധിക്കപ്പെടില്ല കേട്ടോ. എന്നാൽ അറിഞ്ഞവർ ഇവിടെ വരത്തുള്ളൂ. കഴിഞ്ഞ വർഷം ഇവിടെ വന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇവിടെ എത്തിപ്പെട്ടത്. അപ്പൂസ് ടോയ് സ്റ്റോർ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഈസ്റ്റ് പോർട്ടിൽ നിന്നും ചാലയ്ക്കകത്ത് കയറുമ്പോൾ ഫസ്റ്റ് റൈറ്റ് ആണ് കേട്ടോ. അത് നേരെ എത്തുന്നത് ബുഹാരി ഹോട്ടലിൻ്റെ അവിടെയാണ്. ആ ബുഹാരി ഹോട്ടലിൻ്റെ നേരെ എതിർവശത്തായിട്ടാണ് ഈ അപ്പൂസ് ടോയ് സ്റ്റോർ ഉള്ളത്. എന്തായാലും ചാല വരെ വന്ന സ്ഥിതിക്ക് ഇനി പച്ചക്കറിയും കൂടെ മേടിച്ചിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിനുള്ളിൽ കയറി. അങ്ങോട്ട് പോയി മാമ അത് എത്ര? 100 രൂപ 40 രൂപ കേട്ടോ. നമ്മൾ പിന്നെ അര കിലോ ഇപ്പോൾ പച്ചക്കറിക്കൊക്കെ വില കൂടുതലാണ് കേട്ടോ. ശബരിമല സീസൺ ആയതുകൊണ്ടെന്നാണ് പറഞ്ഞത്. എന്നാലും നമ്മൾ അത്യാവശ്യം കുറച്ച് പച്ചക്കറികളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇന്നത്തെ യാത്രാ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം.